നമസ്കാരം. പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു, കേരളം ഭ്രാന്തന്മാരുടെ നാടാണ്, കേരളം ഭ്രാന്താലയമാണ് എന്നത്. ജാതിയും മതവും ഒക്കെ തന്നെ പറഞ്ഞ് അതിൽ ഭ്രാന്തമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിന് ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല, നടപടിയല്ല, ഒരു സാമൂഹ്യ ബോധ്യമല്ല, ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതുമല്ല ഈ ഒരു കാലഘട്ടത്തിൽ അത്തരം ചിന്തകൾ വരുന്നത്. കേരളം പിന്നെ മനോരോഗികളുടെ നാടായി ഒരു വേള ഈ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് കേരളത്തിൽ അനവധി പേർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അതായത് ഒരു തീനാളത്തിൽ തൊട്ട് കൈ പൊള്ളിയാൽ വീണ്ടും തുടരുത് എന്ന് പറയുന്ന അവസ്ഥയെ പോലും തള്ളിക്കൊണ്ട് വീണ്ടും വീണ്ടും ആ തീനാളത്തിൽ പോയി പിടിക്കുന്നത് ഒരുതരം മനോരോഗമല്ലേ? എല്ലാവർക്കും ഉണ്ട് എന്നല്ല, അങ്ങനെ ചില ആളുകളും ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു സുഹൃത്ത് അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. കേരളം മനോരോഗികളുടെ നാടാണോ എന്ന് ചോദിച്ചുപോയി. എങ്ങനെയാണ് എന്നല്ലേ? അതിന്റെ കാരണം കേട്ടാൽ രസകരമാണ്. അതായത് വികസനത്തിന്റെ കാര്യത്തിൽ, പുരോഗതിയുടെ കാര്യത്തിൽ, ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ, തൊഴിൽ ലഭ്യതയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ, അതായത് സമസ്ത മേഖലകളിലും ലോകരാജ്യങ്ങൾ കേരളത്തെ ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ നോക്കുകയാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. അത് കേട്ട് കൈയടിക്കാനും വിശ്വസിക്കാനും കുറെ ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മാനസിക നില എന്താണ്, അവരൊക്കെ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നു. KSRTC ജീവനക്കാർക്കടക്കം, CITക്കാർക്കടക്കം ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല. ആരോഗ്യരംഗത്ത് പാളിച്ചകളും വീഴ്ചകളും മാത്രം. ക്രമസമാധാന രംഗത്ത് എന്നും ഗുണ്ടായിസവും കൊല്ലലും കൊലവിളിയും മാത്രം. ഒരു മനസമാധാനവും സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലും ഇല്ല. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പിന്നാക്കം പോയിരിക്കുന്നു. സ്കൂളുകളുടെ നിലവാരം ഏറ്റവും അധികം തകർന്നിരിക്കുന്ന അവസ്ഥയിൽ. ഞാൻ പ്രാഥമികമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതായത് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ, ധൂർത്തിന്റെ പര്യായമായി മാറുന്ന മന്ത്രിമാരും മന്ത്രി പുങ്കവന്മാരും മന്ത്രിയുടെ കൂട്ടാളികളും മുഖ്യമന്ത്രിയുടെ വേണ്ടപ്പെട്ടവരും, മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ളവരെ വിരമിച്ച ശേഷവും വിവിധ സ്ഥാനങ്ങളിൽ നിയമിച്ച് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കുന്നു. പാവപ്പെട്ട ആശാവർക്കർമാരെ തെരുവിൽ കിടത്തി പട്ടിണിക്കിടുന്നു. അർഹതപ്പെട്ട ജോലി കൊടുക്കാതെ ഇവിടെ നിരവധി PSC പരീക്ഷ പാസ്സായ ആളുകളെ തെരുവിലിറക്കി സമരം ചെയ്യിപ്പിക്കുന്നു. അവർക്കൊന്നും കൊടുക്കുന്നില്ല. അതായത് ജനജീവിതം ഏറ്റവും ദുസ്സഹമായ, ഒരിക്കലും മനസ്സുകൊണ്ട് പോലും ഇങ്ങനൊരു സ്ഥിതി വരരുതേ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിട്ടിട്ട് പറയുകയാണ്. കേരളത്തെ നോക്കി ആശ്ചര്യത്തോടെ ലോകരാജ്യങ്ങൾ നിൽക്കുന്നു. അമേരിക്ക അടക്കമുള്ള, യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള ആളുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടങ്ങളൊക്കെ തന്നെ കേരളം സൂപ്പർ, പിണറായി വിജയൻ സൂപ്പർ, നല്ല ഭരണം, അതാണ് ഇതാണ് എന്ന്. കോവിഡ് കാലത്ത് അവിടെ ചെന്നപ്പോൾ എന്തോ മൊമെന്റോ കൊടുത്തെന്ന് പറഞ്ഞ് ഈ ശൈലജ ടീച്ചർക്ക് പുരസ്കാരം കൊടുത്തത് കണ്ടിട്ട് അവാർഡ് കിട്ടി. അവിടെ ചെന്നപ്പോൾ അവര് സ്വീകരണത്തിന്റെ ഭാഗമായി നമ്മൾ ബൊക്കെ കൊടുക്കുന്നത് പോലെ ലണ്ടനിൽ വെച്ച് എന്തോ കൊടുത്തതാണ്, ഒരു ചെറിയ ഒരു മൊമെന്റോ കൊടുത്തതാണ്. അത് പുരസ്കാരം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം കൂട്ടി നടന്നു. ഈ സിനിമയിലൊക്കെ പ്രത്യേക ജൂറി പരാമർശം എന്ന് പറയുന്നുണ്ട്. ജൂറി പ്രത്യേകമായി പരാമർശിക്കും. അതിനെ പ്രത്യേക ജൂറി അവാർഡ് എന്നാണ് ചിലർ പറയുന്നത്. അതായത് അവാർഡ് കിട്ടി. ജൂറി പരാമർശമേ ഉള്ളൂ, അവാർഡ് വേറെയാണ്. ജൂറി അതിനെ പരാമർശിക്കും. കുഴപ്പമില്ല, നന്നായി എന്ന പരാമർശം മാത്രം ഔദ്യോഗികമായി. അത് അവാർഡായിട്ട്, പുരസ്കാരമായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. അവരെയാണ് അന്നേരം ഓർമ്മ വന്നത്. അതായത് കേരളം തകർന്ന് തരിപ്പണമായിട്ടും സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഇനി ഭാവിയിൽ ഇവിടെ സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം പോലും കൊടുക്കാൻ പറ്റുമോ എന്ന് വിഷമിച്ചിരിക്കുന്ന ഒരു ധനസ്ഥിതിയുള്ള, കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ ആശ്ചര്യപ്പെടുന്നു മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വസിച്ച് കൈയടിക്കുന്നവരെ മനോരോഗികൾ എന്ന് വിളിച്ചു പോയതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? കാരണം ഇത്രയും വലിയ പ്രതിസന്ധി ഇവിടെ നേരിടുന്നു. പത്രങ്ങളിലൂടെ ദേശാഭിമാനിയും ഒഴിച്ചുള്ള, ജനയുഗം അടക്കം ദേശാഭിമാനി ഒഴിച്ചുള്ള പത്രങ്ങളിലൂടെ ഈ ധനസ്ഥിതിയും കേരളത്തിന്റെ അവസ്ഥയും ഒക്കെ എല്ലാവരും വായിക്കുന്നതാണ്, അറിയുന്നതാണ്, മാധ്യമങ്ങളിലൂടെ അറിയുന്നതാണ്, സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയുന്നതാണ്. ഇനി അറിയണമെങ്കിൽ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ 10 രൂപ കൊടുത്ത് ഫയൽ ചെയ്താൽ എല്ലാ വിവരങ്ങളും അറിയും. ആ ഒരവസ്ഥയിൽ തകർന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, എല്ലാ തരത്തിലും പിന്നാക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയുകയാണ് തന്റെ സംസ്ഥാനത്തെ നോക്കി വിദേശ രാജ്യങ്ങൾ അത്ഭുതം കൂറുന്നു, കൈയടിക്കുന്നു, അവർ കണ്ണുമിഴിച്ചു നിൽക്കുന്നു എന്ന്. ഇത് വിശ്വസിക്കുന്നവരെ മാനസിക രോഗമുള്ളവർ എന്ന് വിളിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എളിയ അഭിപ്രായം. അഭിപ്രായത്തിന് മാറ്റമുണ്ടെങ്കിൽ, പ്രേക്ഷകർക്ക് മാറ്റമുണ്ടെങ്കിൽ തിരുത്താം. എന്തൊക്കെയായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 100 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അങ്ങനെയാവുമോ? എനിക്ക് എന്റെ കയ്യിൽ 100 രൂപയുണ്ട് എന്ന് ഞാൻ ഇന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്റെ കയ്യിൽ 100 രൂപ വരുമോ? അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് 100 രൂപ കൊണ്ടുത്തരുമോ? തരികില്ല. ഒരു ചായ തന്നേക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം തന്നേക്കാം, പക്ഷെ ആരും ഒരു 100 രൂപ കൊണ്ടുത്തരില്ല. 100 എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്.
ചിലപ്പോൾ 100 രൂപയെങ്കിലും തന്നേക്കാം, എന്തെങ്കിലും ആകട്ടെ. പക്ഷേ ഇത്തരത്തിൽ പച്ചക്കള്ളങ്ങൾ, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ, വിടുവായത്തരങ്ങൾ ഒക്കെ ഇങ്ങനെ പുലമ്പിയിട്ട് അതിനെ കൈയടിക്കുന്നവരെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും എന്നുള്ളതാണ്. കേരളം ഇത്രയും വലിയ തകർച്ചയെ നേരിടുമ്പോഴും, ഇത്രയും വലിയ പ്രതിസന്ധികളെ നേരിടുമ്പോഴും ഞങ്ങൾ സൂപ്പറാണ്, കേരളം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ മുഖ്യമന്ത്രിക്ക് നാണമില്ലേ, മാനമില്ലേ? മകളടക്കം കേസിൽപ്പെട്ട് കിടക്കുന്നു. അഴിമതി കേസ്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്, ഭരണം നയിക്കുന്ന പാർട്ടിയുടെ നിരവധി പേർ പലപ്പോഴായി ജയിലിൽ കിടന്നു. ഭരിക്കുന്ന പാർട്ടിയാണ്. അഴിമതിയുടെ കൂത്തരങ്ങായി കേരളം എന്ന സംസ്ഥാനം മാറിയിരിക്കുന്നു. എല്ലാത്തിനെയും CPM എന്ന പാർട്ടി തച്ച് തകർത്തൊരു സംസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കി. എന്നിട്ടും പറയുന്നു കേരളം നമ്പർ 1 എന്ന്. നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും. അത് വിശ്വസിക്കുന്നവരെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.